പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം എന്നും ബലാത്സംഗം ചെയ്യണമെന്നും പറഞ്ഞ RSS സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 3 ദിവസമായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ കേസൊന്നും എടുത്തിട്ടില്ല. മോഹൻദാസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടതുപക്ഷം ഒരുങ്ങുന്നുവെന്ന് വാർത്ത വരുന്നുണ്ട്. TG മോഹൻദാസിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് AIYF ഇന്ന് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിനീത VG കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീത, ഈ TG മോഹൻദാസിന്റെ ഈ പ്രസ്താവന ഒരു ഇത്തിരി അധികം കടത്തുപോയി എന്ന് മാത്രമല്ല, ഒരു പക്വതയുള്ളൊരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഇതിൽ അദ്ദേഹം എന്തെങ്കിലും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതല്ല വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണ്, എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ മാനസികാവസ്ഥ കിട്ടിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇതുവരെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട യാതൊരു വിശദീകരണമോ അല്ലെങ്കിൽ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലേക്കൊരു പശ്ചാത്താപമോ ഒന്നും തന്നെ TG മോഹൻദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരിയിലേക്കുള്ള വീട്ടിൽ DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. TG മോഹൻദാസിനെതിരെ കേസ് എടുക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. ഇന്ന് AIYFന്റെ നേതൃത്വത്തിൽ TG മോഹൻദാസിന്റെ വസതിയിലേക്ക് വൈകിട്ട് 5 മണിക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരല്പം അതിര് കടന്ന പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. തനിക്കൊരു അവസരം ലഭിക്കുകയാണ് എങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും ശേഷം അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ, ഈ പ്രതിഷേധവുമായി എത്തിയവർക്ക് നേരെ വെടിവെക്കുമെന്നും ഒക്കെയായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഈ വനിതകൾക്കടക്കം വലിയ മോശമായിട്ടുള്ള രീതിയിൽ അവരെ ചിത്രീകരിക്കുകയും അത്തരത്തിലേക്കുള്ള പ്രസ്താവനകളും പരാമർശങ്ങളുമാണ് അദ്ദേഹം നടത്തിയത്. ഏതാണെങ്കിലും ആ പരാമർശങ്ങൾ പിന്നീട് വിവാദമായതോടുകൂടി ആഭ്യന്തര വകുപ്പ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സൈബർ സെൽ IGP പ്രകാശിന്റെ നേതൃത്വത്തിൽ അതിനെതിരെ അന്വേഷണം നടക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി RSS ഏതാണെങ്കിലും സഹയാത്രികനായ TG മോഹൻദാസിനെ തള്ളിയിട്ടുണ്ട്. ആ പ്രസ്താവന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ളതാണ് എന്നും അദ്ദേഹം നിലവിൽ RSSന്റെ ഒരു ചുമതലകളും വഹിക്കുന്ന ആളല്ല എന്നും ഈ പ്രസ്താവന അപലപനീയമാണെന്നും RSS നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ വിവാദ പരാമർശം നടത്തിയ TG മോഹൻദാസിനെതിരെ കേസെടുക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ശക്തമാകുകയാണ്. SK. താങ്ക് യു വിനീത VG. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.